നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. കഴക്കൂട്ടം ഫെറോനയിൽ വിവിധ ശുശ്രൂഷ സമിതികൾക്കായി പരിശീലന ക്ലാസ് നടന്നു. ജനുവരി 5-ാം തീയതി ഞായറാഴ്ച മുരുക്കുമ്പുഴ ഇൻഫന്റ് ജീസസ് സ്കൂളിൽ വെച്ച് നടത്തിയ പരിശീലന ക്ലാസ് അതിരൂപത സെമിനാരി റെക്ടർ ഫാദർ ആൻഡ്രോസ് കോസ്മോസ് ഉദ്ഘാടനം ചെയ്തു. കഴക്കൂട്ടം ഫെറോന വികാരി ഫാദർ ജോസഫ് ബാസ്റ്റിൻ ഏവരെയും സ്വാഗതം ചെയ്തു. അതിരൂപത BCC സെക്രട്ടറി ഫാദർ ഡാനിയൽ BCC ലീഡേഴ്സിനുള്ള ക്ലാസ് നയിച്ചു. അജപാലന ശുശ്രൂഷ പ്രതിനിധികൾക്ക് അതിരൂപത അജപാലന ഡയറക്ടർ ഫാദർ ഷാജു വില്യം, വിദ്യാഭ്യാസ ശുശ്രൂഷ പ്രതിനിധികൾക്ക് ഫാദർ ഇമ്മാനുവൽ, സാമൂഹ്യ ശുശ്രൂഷ പ്രതിനിധികൾക്ക് അതിരൂപത ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ്, കുടുംബ ശുശ്രൂഷ സമിതി അംഗങ്ങൾക്ക് അതിരൂപത ഡയറക്ടർ ഫാദർ റിച്ചാർഡ് സക്കറിയാസ് എന്നിവർ ക്ലാസ് നയിച്ചു. അൽമായ ശുശ്രൂഷ അതിരൂപത ഡയറക്ടർ ഫാദർ മൈക്കിൾ തോമസ് അൽമായ ശുശ്രൂഷ പ്രതിനിധികൾക്ക് ക്ലാസ് നൽകി. യുവജന ശുശ്രൂഷ പ്രതിനിധികൾക്കായുള്ള ക്ലാസ് അതിരൂപത ഡയറക്ടർ ഫാദർ ഡാറിൻ ഫെർണാണ്ടസ് നയിച്ചു. കഴക്കൂട്ടം ഫെറോനയിലെ വിവിധ ശുശ്രൂഷ കോർഡിനേറ്റർമാരും സന്നിഹിതരായിരുന്നു. KRLCC 44ാമത് ജനറൽ അസംബ്ലിക്ക് തുടക്കമായി. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ലത്തീൻ സഭ നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരു കാലത്തും വിസ്മരിക്കാനാവാത്തതാണെന്ന് ശശി തരൂർ MP പറഞ്ഞു. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കേരള റീജിയൻ ലാറ്റിൻ കത്തോലിക് കൗൺസിലിന്റെ 44ാം ജനറൽ അസംബ്ലി നെയ്യാറ്റിൻകര ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും പുത്തൻ സംസ്കാരം രൂപം കൊടുത്തവരാണ് ലത്തീൻ സമുദായം. കഴക്കൂട്ടം ഫെറോന സാമൂഹ്യ ശുശ്രൂഷ സമിതി ഐക്യ ക്രിസ്തുമസ് ആഘോഷിച്ചു. മുരുക്കുമ്പുഴ ബിഷപ്പ് പെരേര ഹാളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഫെറോന കോർഡിനേറ്റർ ഫാദർ ജോർജ് കോമസ് അധ്യക്ഷത വഹിച്ചു. പാണൂർ ജമാഅത്ത് മുഖ്യ ഇമാം ഷാഹിർ മൗലവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. രൂപത സാമൂഹ്യ ശുശ്രൂഷ സമിതി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സ്റ്റാലിൻ ഫെർണാണ്ടസ്, ഫാദർ സെൽവൻ ഗാന്ധിയൻ, രാജേന്ദ്രൻ, ശിശുപാലൻ, രൂപത കപ്പാസിറ്റി കോർഡിനേറ്റർ ലിജ സ്റ്റീഫൻ, ഫെറോന ആനിമേറ്റർ തങ്കമണി എന്നിവർ സംസാരിച്ചു. നാനാജാതി മതസ്ഥരായ 150-ലേറെ പേർ സന്നിഹിതരായിരുന്നു. ആഘോഷ പരിപാടിയിൽ വിവിധ കലാപരിപാടികൾക്കും അരങ്ങേറി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.